ബാസ്യങ്ങൾ വിളിക്കുന്നു. എടുത്തു. ഹലോ ബാസ്യങ്ങളെ. ആ നമ്പർ ഇല്ലെന്ന് ഞാൻ നേരത്തെ കള്ളം പറഞ്ഞതാ. ആ ആ ആ പറ. എന്ത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഉറപ്പ് ഇരിപ്പുറങ്ങില്ലേ? എന്നാ പറ്റേ കാര്യം ചെയ്യ്. ആ തുണിയെല്ലാം കെട്ടിപ്പിടിച്ചിരി. ഓ അമ്മൂമ്മ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ അമ്മൂമ്മ എന്തിനാ വഴക്ക് പറയേ? അമ്മൂമ്മയാണ് നമ്മളെ പറയണത്. ചേച്ചി പോവാസ്യങ്ങൾ എടുക്കും. ഓ ഞാൻ കൊടുക്കാം. അമ്മൂമ്മ ഇരിക്കട്ടെ. ബാസ്യങ്ങള് എന്താടാ ഭാസി? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഇത് മനസ്സിന് എന്തോ ഒരു വിഷമം, ഒറ്റപ്പെടലോ? അങ്ങനെ ചോദിച്ചാ ഇല്ലാതില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്, ഒറ്റപ്പെടലും ഉണ്ട്. എന്നാ ശരി, എന്നാ വെക്കട്ടെ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നാ ശരി. ബാസ്യങ്ങൾ എന്താടാ പറഞ്ഞേ? ബാസ്യങ്ങൾ പറഞ്ഞ നമ്മൾ അമ്മൂമ്മയെ നോക്കണമെന്ന്. സൂപ്പർ. അത് ബാസ്യങ്ങൾ പറഞ്ഞിട്ട് വേണല്ലോ നമ്മളത് ചെയ്യാൻ. അത് മാത്രല്ല നമ്മൾ അമ്മൂമ്മയെ വഴക്ക് പറയരുതെന്നും പറഞ്ഞു. നമ്മളെന്തിനാ അമ്മൂമ്മനെ വഴക്ക് പറയാൻ ആവശ്യമില്ലാണ്ട്? എനിക്കങ്ങനെ അറിയാം. നല്ല രസമുണ്ട്. നീ ഈ കാര്യം ബാസ്യങ്ങൾ ആരൊക്കെ വിളിച്ച് പറയോ എന്തോ. മിക്കത് പറയാൻ പോണെന്നാന്നറിയോ? നമ്മൾ ആരും അമ്മൂമ്മനെ നോക്കുന്നില്ല, പട്ടിണിക്കിട്ടേക്കാണ്, അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഒറ്റപ്പെടലാണെന്ന്. എന്തെങ്കിലും കാണിക്കും. മാറും. എന്റെ ലച്ചു, ഞാൻ സ്വസ്ഥമായിട്ട് എവിടെങ്കിലും ഇരിക്കാൻ നീ സമ്മതിക്കത്തില്ല. ആ അമ്മൂമ്മ അവിടെ എവിടെയെങ്കിലും ഇരുന്നോ? വല്ലാത്തൊരു അമ്മ അല്ല അമ്മ. അയ്യോ, അങ്ങനൊന്നും പറയാൻ പാടില്ല. ഒന്ന് പറഞ്ഞൂടാ അമ്മേ, കേട്ടോ? വാവോ എന്റെ കുഞ്ഞു, വാവോ എന്റെ കുഞ്ഞു, വാവോ. കനകം, എവിടാ? ரொம்ப அழகா ட்ரெஸ் செஞ்சிருக்கீங்களே அம்மா. எங்க போறீங்க? ഞാനേ ഒന്ന് പടവലത്ത് പോയി അവിടെയുള്ള ബന്ധുക്കളെ ഒന്ന് കണ്ടിട്ട് വരാം. ബന്ധുക്കളെയൊക്കെ കണ്ടിട്ട് പറയണം, ഇവിടെ കൊച്ചുമക്കൾ എല്ലാരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി ഇവിടെ ഭയങ്കര ഒറ്റപ്പെടുത്തലാന്നൊക്കെ. നിനക്ക് എന്താ ലച്ചു കുഴപ്പം? ഞാനും വരട്ടെ പടവലത്ത്, നമുക്ക് ഒരുമിച്ച് പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് അടിച്ചു പൊളിക്കാൻ നിന്റെ കൂടെ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. എന്തോ അമ്മൂമ്മേ, ഒന്നില്ലെങ്കിൽ നമ്മൾ നല്ല ജോഡിയല്ലേ? ഭയങ്കര ജോഡിയാ, വേണ്ട. ഭയങ്കര ജോഡിയാ, രണ്ടും കൂടെ പോയി ഓർമ്മ തിരിച്ചു വരും. ഞങ്ങള് വേട്ടെ അമ്മൂമ്മ പടവലത്തേക്ക്? വേണ്ട, അമ്മൂമ്മ ഒറ്റയ്ക്ക് പൊക്കോളാം. ഒറ്റപ്പെടല് ഒറ്റയ്ക്ക് തന്നെ നേരിടണം. അതെന്തുവാ? അതങ്ങനെയാ. അമ്മൂമ്മ ഇറങ്ങാറായോ? ആ, എങ്കിൽ പിന്നെ അമ്മൂമ്മക്ക് ഞാൻ ഒരു ടാക്സി വിളിച്ചു തരട്ടെ? ആ ടാക്സിക്ക് പോയിട്ട് അതേ ടാക്സിക്ക് തന്നെ അമ്മൂമ്മ തിരിച്ചു കൊണ്ടുപോവാ. കണ്ടോ, നിങ്ങൾക്ക് ആർക്കും ഇത് പറയാൻ തോന്നിയില്ലല്ലോ. എന്റെ സിദ്ധുമോനുള്ള സ്നേഹം നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്നോട്. என்னம்மா அப்படி ஒரு பேச்சு? நீங்க 2 நாள் உடம்பு முடியாத மாதிரி இருந்தப்போ எங்களுக்கு எவ்வளவு மனசு வருத்தம் தெரியுமா? இப்ப நீங்க அழகா ட்ரெஸ் பண்ணினப்பதான் எனக்கே മനസ്സുக்கு நிம்மதி. അമ്മൂമ്മ, അമ്മൂമ്മക്ക് ഇപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. ഹലോ, ബാം കളിക്കാം. പിന്നെ ഞാൻ പോയിട്ട് വരാം. അയ്യോ, ഞാൻ പേഴ്സ് എടുത്തില്ല. ഇങ്ങോട്ട് മാറി. നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ആരെണ്ണും? ആർ കുഞ്ഞാണ്? ഞാൻ വിളിക്കാം. എന്തോ കൊറേ അപ്പൂപ്പന്മാര്. അപ്പൂപ്പന്റെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. ഞാൻ അവരെയൊക്കെ പോയി വിളിച്ചിട്ട് വരാം. നമസ്കാരം. നമസ്കാരം. മോളി വീട്ടിലെ ആരാ? ഞാൻ വീട്ടിലെ ഒരാളാ. നിങ്ങളൊക്കെ ആരാ? ഞാൻ സുകുമാരൻ. ഞാൻ വേലായുധൻ. ഞാൻ രാമനുണ്ണി. ഞാൻ പ്രഭാകരൻ. അമ്മ
ഇപ്പം വരും കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ആരാ മനസ്സിലായില്ല? ഞാൻ സുകുമാരൻ, തെക്കേടുത്ത സുകുമാരൻ. ഭാര്യ മരിച്ചിട്ട് 8 വർഷമായി. ഓ ഞാൻ രാമനുണ്ണി, വടക്കേടത്തെ വീട്, പേരിയുടെ കുടുംബം കേട്ടിട്ടില്ലേ? ഞാൻ വേലായുധൻ, കിഴക്കും പടിഞ്ഞാറൊന്നും ഇല്ലേ? അമ്പലത്തിങ്ങരാന്നാണ് വീട്ടും പേര്. പൂത്തോട്ടയിൽ വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പറഞ്ഞു തരും. ഭാര്യ മരിച്ചിട്ട് ഒരു 10-12 വർഷമായി. എന്റെ ഭാര്യ മരിച്ചിട്ടും 10 വർഷമായി. ഞാൻ പ്രഭാകരൻ. എന്റെ ഭാര്യ മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. നിങ്ങൾ വല്ല വൃദ്ധസദനത്തിൽ നിന്ന് പിരിവിന് വന്നതാ? ഞങ്ങൾ സ്വത്തും തറവാടൊക്കെ ഉള്ള ആൾക്കാരാ. ഞാൻ മക്കൾക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്ത്. ഇപ്പൊ ഞാൻ തനിച്ചാ താമസിക്കുന്നത്. എനിക്ക് എല്ലാരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. എന്നെ നോക്കാൻ ഒരാൾ വേണം. മീറ്റ് സർവീസ് വല്ലതും നടക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ നല്ലൊരു കുടുംബത്തിലുള്ള ആളെ തേടി നടക്കായിരുന്നു. മിലിറ്ററിയിലായിരുന്നു. വേറെ ദുശീലങ്ങളൊന്നുമില്ല. മാസത്തിൽ കുപ്പി കിട്ടും, അതിൽ നിന്ന് 2 അടിക്കണമെന്ന് നിർബന്ധം. ആ ശീലം മാത്രമേ. ഞാനൊരു റിട്ടയർഡ് വില്ലേജ് ഓഫീസറാണ്. ഇത് സംഭവം ലച്ചി ചേച്ചിക്ക് തെറ്റിയതാണ് കേട്ടാ. ചേച്ചി, ഇവര് പിരിവെടുക്കാൻ വന്നവരല്ല, പകരം അഡ്മിഷൻ എടുക്കാൻ വന്നവരാണ്. അപ്പൂപ്പന്മാരെ നമ്മളവിടെ വൃദ്ധസദനമൊന്നും നടത്തണില്ല. അത് ഞങ്ങൾക്കറിയാ. ഭവാനിക്കുട്ടിയില്ലേ ഇവിടെ? അങ്ങനെ പറ, ഇപ്പോഴല്ലേ മനസ്സിലായേ. അമ്മൂമ്മയുടെ കൂട്ടുകാരാ. ആ അമ്മുമ്മയുടെ കൂട്ടുകാരാ? ഇപ്പോഴാ നിങ്ങളെ മനസ്സിലായത്. വരും, നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. വാ. എന്താണ് ഭയങ്കര ഒരുക്കമാണല്ലോ? പടവലത്തോട്ടൊക്കെ പോവല്ലേ, നല്ലതായിട്ട് ഒരിക്കലൊക്കെ പോവാന്ന് വിചാരിച്ചു. ഇവിടെ പോണല്ലേ? പോവാ. പോകുന്നതിന് മുന്നേ അവിടെ കുറച്ച് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. ആരാ? ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. ഫ്രണ്ട്സോ? ആ വാ. അല്ലയോ ഉം. ഈ ഫ്രണ്ട്സ് പഴയ കമ്പനിക്കാരായിരിക്കും.